ഇൻട്രോ പറയാമെന്ന് വെച്ചാൽ പോയപ്പോൾ കണ്ണിലേക്ക് സൂര്യപ്രകാശം അടിച്ചു നശിപ്പിച്ചു. ഗൈസ് വെൽക്കം സി ഓൾ, ഇറ്റ്സ് മീ വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്നേ വീട്ടിലുള്ളത്. വീട്ടിലെന്താ സംഭവം? നീരൊഴിച്ചു ഗൈസ്, മൂക്കിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിവിടെ അപ്പോൾ സംഭവം എന്ന് പറയാല്ലേ, നമുക്കിന്ന് ശുഭം പോകണം. ഞാനിപ്പോൾ ഒരാഴ്ച മേളിലായി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, സ്ട്രീറ്റ് അല്ല, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ്സ് ഇടാൻ തുടങ്ങിയിട്ട് വല്ലപ്പോഴും ഒരു എപ്പിസോഡൊക്കെ കിട്ടണുള്ളൂ. കാരണം ഇപ്പോൾ കുറച്ച് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പം ഞാൻ ഇന്ന് ഷിമോഗയ്ക്ക് പോവാണ്. കുറച്ച് മറ്റേ ജോലിയുണ്ട്, റെഗുലർ ചെയ്യുന്ന ജോലിയുണ്ട്, അതൊന്ന് തീർത്തിട്ടാണ് എൻ്റെ സ്വപ്ന ജോലിയായി എൻ്റെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒരു പാഷനായ ആ ഒരു സംഭവം ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് പോവാണ്. എന്ന് എൻ്റെ വണ്ടി എടുക്കുന്നില്ല. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കംപ്ലൈൻറ്റ്, ചെറിയ കംപ്ലൈൻറ്റ്. സ്വിംഗാം പോയിക്കാം, സ്വിംഗാമിൻ്റെ ബുഷ് പോയിക്കാം. അതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ സ്പീഡായിട്ട് പോകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പാളിച്ചുണ്ട്, ചെറിയ കുലുക്കും. പക്ഷെ അത് ഭയങ്കര വലിയ പാളിച്ച സ്പീഡൊക്കെ പോകുമ്പോൾ പക്ഷേ ഒരു 140 പോകുമ്പോൾ ഒരു പാളിച്ചുണ്ട്. അതൊക്കെ മാറ്റം മേടിച്ചെന്ന് വെച്ചിട്ടുണ്ട്, അത് മാറ്റണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ സ്വിംഗാം മാറ്റം കണ്ടിട്ടുണ്ടോ? മറ്റേ ബുള്ളറ്റ്, ലോ എൻഫീൽഡിൻ്റെ കമ്പനിയുടെ ഒക്കെ ബൈക്കിൻ്റെ ഒക്കെ സ്വിംഗാം മാറ്റം കണ്ടിട്ടുണ്ടോ? ഒരു പണിയാ, ഞാൻ കാണിച്ചു തരട്ടാ. എനിക്കിവിടെ ആജേഷൻ്റെ ഗ്യാരേജ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് വണ്ടി ഞങ്ങളുടെ സ്റ്റാൻഡിലിട്ട് ഫുൾ അഴിച്ചു പറിക്കും. എനിക്കവിടെ ഫുൾ ഫ്രീഡം ആണ്. ഞാൻ ഹാമി ബ്ലോഗർ, ഞാൻ മുതലെടുക്കും. അല്ല, അതുകൊണ്ട് അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ വണ്ടിയുടെ എല്ലാ പാർട്സും മാറ്റണത്. അപ്പോൾ കോൺസെപ്റ്റ് ഞാൻ മാറ്റിയായിരുന്നു, അത് കാണിച്ചില്ല എന്നുള്ളൂ. പിന്നെ വീൽ ബെയറിങ് മാറ്റിയായിരുന്നു, അത് ഞാൻ തന്നെ മാറ്റി. എല്ലാ സംഭവം ഞാൻ തന്നെ ചെയ്യുന്നത്. ഈവൻ സർവീസ്, വണ്ടിയുടെ ഓയിൽ സർവീസും ഞാൻ തന്നെ ചെയ്യുന്നത്. കാരണം എനിക്ക് പുറത്ത് ചെയ്യിക്കാൻ ഒരു മനസ്സിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഷിമോഗയ്ക്ക് പോവാം. ഞാൻ എൻ്റെ ബൈക്ക് എടുക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എൻ്റെ ചേട്ടൻ ഏലിയാസിൻ്റെ ബൈക്കിലാണ് പോണത്. ഹിസ് ബൈക്ക് ഇസ് ബജാജ് CD 100. ഒട്ടുക്കത്ത മൈലേജ്. ഒരു 100 രൂപ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ 150-200 കിലോമീറ്റർ കണ്ട് ഓടും. എന്ത് മൈലേജ് അല്ലേ? 100 ഓടില്ല. അത് അലങ്കാരമായിട്ട് കുട്ടി പറഞ്ഞതെന്നുള്ളൂ. 100 കിലോമീറ്റർ ഓടും. അപ്പോൾ എന്തായാലും അവൻ്റെ ബൈക്കിൽ പോവാം. സമയം 11 മണി. കുളിക്കുക, റെഡി ആവുക, പോവാ. അപ്പോൾ ലുക്ക്, ഇതാണ് എൻ്റെ വർക്കിംഗ് ടേബിൾ. ഇതാണ് എൻ്റെ മറ്റേ ബാഗ്, കോപ്പ്, ഇതൊക്കെ ഫുള്ള് കുത്തിയിട്ടൊക്കെയാണ് ഇവിടെ. എന്തല്ലേ അലമ്പായിട്ട് കിടക്കുന്ന എൻ്റെ ടേബിൾ കാണും ഗീസ്. അപ്പോൾ ഇതാണ് സ്വിംഗാമിൻ്റെ ബുഷ്. നോക്ക്, എൻ്റെ വാച്ച് പോയാ? ഇല്ല, ഒന്നും പറ്റിയില്ല. അപ്പോൾ സി ഗൈസ്, ഇതില്ലേ റോയൽ എൻഫീൽഡ് ജെന്യൂൻ പാർക്ക് കാണുമ്പോൾ ഒരു വികാരം. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു വികാരം. നമുക്ക് ആ കളറും എനിക്ക് തക്കര മുട്ട അമ്മക്കി നിന്നില്ല. പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇവൻ്റെ കൂടെ. സ്പീഡാ പോടാ. ഇപ്പം ദശുമൊക്കെ പോണ വഴിയാണ് ഗൈസ്. പിന്നെ ഇത് കറുകന്ത കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് കറുകന്ത. എന്ത് സൗന്ദര്യമുള്ള നാടല്ലേ. എന്തോ പണ്ടാറം പിടിച്ച പ്രാണിയോ തേനീച്ചോ ചൊറിയുമ്പോഴോ ഇങ്ങനെയല്ലല്ലോടാ? ഇങ്ങനെയാണോ? അല്ലോടാ, കുത്തിയുടെ ഒരു മാർക്ക് ഇട്ട് വീശു. നല്ല ചൊച്ചിൽ വേണം. ജസ്റ്റ് ഇതൊക്കെ താമ്പിലെത്തി ഗൈസ്. ഉമ്പളവിലെത്തിയിട വേണ്ട. ഇനി പകുതിയും കൂടി ഇരിക്കും ഗൈസ്. ഇനി ഒരു 20 കിലോമീറ്റർ അല്ല. ജംഗ്ഷൻ 6, ഭദ്രാവതി 19, ലക്കവള്ളി, ബംഗളൂരു, ഷിമോഗ 18 കിലോമീറ്റർ ഗൈസ്. ഓൺലി 18 more കിലോമീറ്റേഴ്സ്. നമ്മൾ പതുക്കെ പോകണേ ഗൈസ്. പതുക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പതുക്കെ. ഞാൻ അയ്യോ ഇവൻ എന്തൊക്കെ ലാഗേജ് കിട്ടുന്നേട്ടാ. ഞാൻ പോകണം കാപ്പി ചക്ക ഈ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അയ്യോ പതുക്കെ മതി. ഇട്സൊക്കെ ചിലപ്പോൾ നമ്മളവിടെ എത്തിയെന്ന് വരില്ല ഗൈസിലോ. നൈസ് പ്ലേസ്. എടാ, ഇത് ഫോറസ്റ്റാർ ഡിപ്പോ അല്ലേ? എടാ, അപ്പോൾ ഇവിടെ ചന്ദനം മറ്റേ വീട്ടിൽ കിടക്കില്ലടാ, കാണല്ലേ? ഉണ്ടാവില്ലേ? എടാ, ഞാനൊന്നും NRPുരം ഡിപ്പോൻ്റെ ബാക്കിൽ ഒരു ബിൽഡിങ് പണീൻ്റെ അടുത്ത് പോയിട്ടാ. അവിടെ അവർ ഈ പിടിക്കുന്ന മരമൊക്കെ ഇല്ലേ, അവരാ മരം എടുത്ത് അണ്ടയ്ക്ക് തീയിടണടാ. ചൂടമുളം തിളപ്പിക്കേ. ഇവിടെ നല്ല ഒന്നാന്തരം വെച്ച് തേക്കൊക്കെ. എന്നാലും സംഭവം ശരിയാണ്, ഇല്ലീഗൽ മറ്റേ മരമൊക്കെയാണ്. മരം മുറിച്ചു പോയില്ലേ? ഈ മുറിച്ച മരം ലേലത്തിലിട്ട് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൊണ്ട് വീടെങ്കിലും പണിതുകൊള്ളില്ലടാ. ഇച്ചിരി വിലയൊക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടില്ലേ? എന്ത് പരിപാടിയാടാ ചന്ദനൊക്കെ അങ്ങനെ ഇട്ട് കളയണേ? എന്തായാലും മുറിച്ചു പോയി സംഗതി. പിന്നെ എന്തിനാ? ഞാൻ പറഞ്ഞാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? യോജിക്കുന്നുണ്ടോ?
ഏതായാലും പിടിച്ചു. ഇതൊക്കെ ഇവിടെ പണ്ട് ഞാൻ ഈ വഴി കൂടെ പണ്ട് സ്കൂളിൽ കോളേജിൽ മറ്റേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിക്കാൻ പോയിരുന്നപ്പോഴേ ഇവിടെ നിറച്ച് മരങ്ങൾ ഹൈറ്റ് മരങ്ങളായിരുന്നു. ഇപ്പോൾ അത് വെട്ടിയിട്ട് മറ്റേ പേപ്പർ പ്രൊഡക്ഷന് പോകും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റി എന്താ ഇല്ല, അതിൻ്റെ കുറ്റികൾ മാത്രം ഇങ്ങനെ അതൊക്കെ മുളച്ച് ഇപ്പോൾ അതൊരു മരമായി. ഇനിയൊരു 3-4 വർഷം കൂടി കഴിഞ്ഞാൽ അതും വെട്ടും, എന്നിട്ട് വീണ്ടും മുളയ്ക്കും. ഇതന്നെ പരിപാടി. അപ്പം ഞാൻ അലക്കണേ ഈ ഇല്ലീഗലായിട്ട് ആൾക്കാരെന്തായാലും വെട്ടുമല്ലോ, വെട്ടി പെരപണിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊണ്ടുപോണത്. ഫോറസ്റ്റുകാരെ പിടിക്കും, അതുകൊണ്ട് ഡിപ്പോയിലിടും. അതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കത്തിച്ചളഞ്ഞുകൊണ്ടിരിക്കുക. ഏത് ഈ അണ്ടയിലേക്ക് മറ്റേ വിറക് പരാൽ മറ്റേ തീയൊക്കെ കൂട്ടി ചൂടൻ വെള്ളം ഉണ്ടാക്കാനൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പുറത്താളുകൾക്ക് ലേലത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതൊരു വരുമാനമാവുമല്ലേ സർക്കാരിന്. ഇനി അങ്ങോട്ട് പോകുന്തോറും ഇങ്ങനെ വയലുകൾ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സ്ഥലങ്ങൾ കൂടെ എത്തുന്നുണ്ട്. ഇനി അപ്പുറത്തേക്ക് ഒരുമാതിരി നമ്മുടെ ഇവിടെ നാടൻ പ്രയോഗമുണ്ട്, ബയലു സീമേ, തരിശുഭൂമി എന്ന് പറയില്ലേ. പക്ഷേ തരിശുഭൂമിയല്ല എന്ന് പറഞ്ഞാൽ റീജിയൻസ് മാറാൻ തുടങ്ങും. ഇനി അപ്പുറത്തേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കാടൊക്കെ. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ? ഡ്രാഗൺ ഫ്രൂട്ട് തീടാ ദേ അവിടെ നോക്കൂ, ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടക്കുന്നുണ്ട്. എന്തോരം തേക്കളാ. അതാണ്ട് ആ ടയറില്ലേ, ആ ടയറിന് മേളിൽ താഴേക്ക് വരുമ്പോൾ കായ ഇടാൻ തുടങ്ങും. നല്ല വിലയുണ്ട്, 10-200 രൂപ ഉണ്ട് ഇവിടെ കേജിന്. ഒരു കായ തന്നെ ഉണ്ട് അവിടെ, ഒരു 1/2 kg. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, സോറി ഗൈസ്, ഞാൻ എന്തോ കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ കാര്യം ഞാൻ മറന്നുപോയി. പെട്ടെന്ന് ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് ഷിഫ്റ്റ് ആയിപ്പോയി. ഓർക്കാണെങ്കിൽ പറയാം കേട്ടോ. തരിശ് ഭൂമി. നമ്മുടെ ചിക്മംഗ്ലൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് ഇങ്ങനെ കാടായിരിക്കും. ഇതേപോലെ എല്ലാം നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ കാടായിരിക്കും. ഇത് അങ്ങോട്ട് പോകുമ്പോൾ അകുമ്പ വരെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കാടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെ കാടല്ല. അവിടെ പിന്നെ എവർഗ്രീൻ ഫോറസ്റ്റാണ്, ഫുൾ ടൈം ഇങ്ങനെ പച്ചപ്പായിരിക്കും. നമ്മുടെ ഇവിടെ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. കാരണം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതേപോലെ ഇലയൊക്കെ പൊഴിഞ്ഞ് ഫുൾ ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കും മരം. മഴക്കാലം വന്നാൽ മാത്രമേ ഇതൊക്കെ കിളുക്കും, വീണ്ടും പച്ചപ്പ് ആ ഒരു ഇതിലേക്ക് വരികയുള്ളൂ. ഓക്കെ, നമ്മുടെ ഇവിടെയൊക്കെ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇത് അങ്ങോട്ട് പോകുന്നവരും ഫുള്ള് ഒന്നുമില്ല. അവിടെ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരമില്ല, ഇതെങ്ങനെ തരിശു ഭൂമിയായിരിക്കും. ഇത് വേറെന്താ ആവശ്യത്തിന് വേണ്ടി തരിശാക്കി വെച്ചേക്കണേ കേസ്. ഇവിടെ നിന്ന് എനിക്ക് റിസോർട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ലെന്നും. ഇവിടെ മറ്റേ സോളാർ പാനലിൻ്റെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള CC ക്യാമറ ഉണ്ട്, ഫെൻസിങ് ഒക്കെ അടിപൊളിയാണ്. റിസോർട്ടായിരിക്കുമോ? ആയിരിക്കണം. ഇത് എന്നോട് ഫ്രണ്ടിയുടെ വീടും വെച്ച എന്നോട് ഫ്രണ്ട് റോഹിത്തോടെ വീട്. റോഹിത്ത് നമ്മുടെ വ്ളോഗ്സിൽ ഒരു വർഷം വന്നിട്ടുണ്ട്. ഏത് വ്ളോഗാന്ന് പറഞ്ഞാൽ നിങ്ങളെ പോയിട്ട് കഴിഞ്ഞ 1 കൊല്ലം മുമ്പത്തുള്ള ചാമുണ്ടി എത്തിൻപൂച്ച വ്ളോഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവനെ കാണാം. അവനാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്, റോഹിത്. സോ ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല വെയിലുണ്ട്. അടയ്ക്കൊക്കെ വെള്ളമടിക്കുന്നു. ആ വെള്ളമടിക്കുന്നതിൻ്റെ മറ്റേ വെള്ളം വന്ന് നമ്മുടെ മേത്തേക്ക് വീഴുമ്പോൾ നല്ല തണുപ്പിട്ടിട്ട് നല്ലതല്ലേ. ഈ അടയ്ക്കയുടെ ഉള്ളിൽ പോയി നിൽക്കണം കേട്ടോ, നല്ല തണുപ്പായിരിക്കും. തണുപ്പ് എന്ന് പറഞ്ഞാൽ അജാതി തണുപ്പ്. അത് സ്പെഷ്യൽ ഫീലിംഗ് ആണ്. മേലെ നിന്ന് ചൂട് വരുന്നു, അടിയിൽ നിന്ന് തണുപ്പ് വരുന്നു. സ്പീഡ് പോട്രാ വണ്ടി വീൽമ പോട്രാ. എടാ നിന്റെ വണ്ടി എത്ര ഓടിയിട്ട്? 10,000 ഇവിടെ 10,000 ഓടിയിട്ടുള്ളൂ. നീ മാറി പിന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഷിമോഗ വന്ന ദിവസം ഇന്നൊരു സംഭവം നടക്കുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ CM സിദ്ധരാമയ്യ അവറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ? ഷിമോഗയിലെ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, യുവനീതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ പുള്ളിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു എന്താ പറയുക, പൂമാലൊക്കെ ക്രെയിൻമ തൂക്കിയിട്ട് നമുക്ക് ഇതൊന്നുമല്ല. നീ വേണ്ടി വെയിറ്റ് ചെയ്യേ, പുള്ളി വരില്ലടാ. വരുന്നിട്ട് ഒരു വണ്ടികളുടെ പോക്കുണ്ട് ഇവിടെ. അത് കാണുമ്പോണ്ടല്ലോ രോമാഞ്ചം. വന്നിട്ടില്ല. ഇതേവിടെ മറ്റേ വണ്ടി ഇരിക്കണുണ്ടോ? ഫ്ലൈറ്റിൽ നിന്ന് വിളിച്ചുകൊണ്ടിരാൻ പറ്റിയ ബസ്. അവർ പ്രൈവറ്റ് ജെറ്റിലും കണ്ടല്ലേ വരുള്ളൂ. ഹെലികോപ്റ്ററിലായിരിക്കടാ. ഇല്ല, അത് ഫ്ലൈറ്റിലായിരിക്കുമോ? പുള്ളി ഹെലികോപ്റ്ററിൽ സാധനം അവിടേക്ക് വന്നിട്ടിരുന്നേ. അങ്ങനെയാണ്. മുക്കിലും പോലീസായിരിക്കും. ഞാൻ അവിടെ എത്തണം, ഷിമോഗ എത്തണം വരെയും പോലീസായിരിക്കും, ഫുൾ പോലീസ്.
തിരിച്ചു പോണവർ ഇവിടെ തന്നെ ഉണ്ടാവും. ലേഡി പോലീസ് വെക്കണോ? ഇതിങ്ങനെ പെട്രോളിങ് എല്ലാ സ്റ്റേഷനിലേക്കും ഉണ്ടാവും. അല്ല മറ്റേ റോഡിന്റെ അറ്റം മൊത്തം ഉണ്ടോ? ഇതൊന്നും അല്ല മോനെ, നാട്ടില് പോണം. നാട്ടില് പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പരാ. 1500 രൂപ 2 സ്റ്റെപ്പ് കിട്ടുന്നത്. ഫുൾ അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റ് ഉദ്ദേശിച്ചാ 3000 1500. എടാ അത് മറ്റേ ഡിപ്ലോമ പിള്ളേർക്കല്ലേ? ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം പാസ്സായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഈ 5000 രൂപ അല്ല 3000 രൂപ വെച്ച മാസം കിട്ടിയേനെ എനിക്ക്. പിന്നെ ഇനി 3000 രൂപ കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. സത്യം പറ ഓക്കെ അപ്പൊ നമ്മളെ പിടിച്ചിട്ട് നമ്മളെ പിടിച്ചിട്ട് CM പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താന്ന് ആലോചിച്ചില്ല. കണ്ട ഉള്ളിലേക്ക് ആൾക്കാരൊക്കെ പിടിച്ച് ഉള്ളിലേക്ക് കാണാല്ലേ? സിദ്ധരാമയ്യനെ ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കാണും പോലീസുകാർ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഒരു സാധനം വരും. ഇവിടെ ഒരുത്തനം കിടത്തി വിടില്ല. ഇവ രണ്ടാമത്തെ പോലീസ് പോയാ ഇതേട്ടാ ഇതാണോ? ഇതല്ല പോയില്ലല്ലോ. ಸೈಡ್ ಬನ್ನಿ, ರೋಡ್ ಬಿಟ್ಟು ಸೈಡ್ ಬನ್ನಿ ಅಂದೆ. ರೋಡ್ ಬಿಟ್ಟು ಸೈಡ್ ಬನ್ನಿ ಸ್ವಾಮಿ. ಕಾನ್ವೆ ಬರುತ್ತೆ, ಬನ್ನಿ ಈ ಕಡೆ. ಸ್ಪೀಡ ಬರುತ್ತೆ ವೆಹಿಕಲ್. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ನಡ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಸೈಡ್ ಹೋಗಿ ചിരിക്കാൻ പറ്റില്ല. എടാ കഴിഞ്ഞ വർഷം നമ്മൾ സിദ്ധരാമയ്യനെ കണ്ടല്ലേ കുത്തിയായ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വഴിക്കിൽ മുഖ്യമന്ത്രി പോകണമെങ്കിൽ നമ്മളെ പിടിച്ചെടുത്ത് നമ്മുടെ സമയത്തിന് വരില്ല. നൈസ് ഗൈസ്. നമ്മൾ എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ടാവും, എന്തൊക്കെയാ ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും അർജൻസിക്കൊക്കെ പോകുന്നവരുണ്ടാവും. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്നെന്ന് പറയുന്നത് നമ്മുടെ സമയത്തിന് വരെയില്ല. നമ്മൾ പിടിച്ച് പുള്ളി വന്നവരെയും കാക്കണം. അല്ലെങ്കിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി. സംഭവം കാണിച്ചു തരാം. ഈ വണ്ടികൾ 1 2 3 4 വണ്ടി. ഇത് അവിടെ പുറത്തൊരു ഓട്ടോ മാത്രമല്ല, അത് നോക്കി അവിടെ ഒരു ഓട്ടോ, ഒരു കാറ്, ഒരു ബൈക്ക്, ഇതൊക്കെ സൈഡിൽ പിടിച്ചിട്ടൊക്കെയാണ്. എന്തിന് മുഖ്യമന്ത്രി വരും എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കെ. ഇതിലെന്ത് ശുദ്ധ തെണ്ടിത്തരും. നമ്മളല്ലേ തെരഞ്ഞെടുത്ത് വിട്ടേ, നമ്മളല്ലേ വോട്ട് ചെയ്തേ. തന്തയ്ക്ക് വിളിക്കേണ്ടി വരും. തേങ്ങയുടെ മൂട് ബഹുമാനം ഉണ്ടായിരുന്നു എനിക്ക്. സാധാരണക്കാരെന്താ വിളിക്കണയാ. അപ്പോൾ ആ വണ്ടി പോണ്ടല്ലോ, അതിന് കുഴപ്പമൊന്നും. ജാവ 5 മിനിറ്റായി ഇവിടെ നിൽക്കാറുണ്ട്. ತುಂಬ ದೂರ ಹೋಗುತ್ತೆ ನಿಮ್ಗೆ, ಹೋಗಕ್ಕಲ್ಲ ಅಷ್ಟು ದೂರ. ಈಗ ಸರಿ, 1 ನಿಮಿಷ 2 ನಿಮಿಷ ತಡ್ಕೊಳ್ಳಿ. കണ്ടോ ಬರ್ತಾರೆ ಸ್ಟಾರ್ಟ್ ಆಗಿದೆ, ಅಲ್ಲಿ ಬರ್ತೀಗ 5-6 മിനിറ്റ് കേൾക്കാൻ പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ ആ പരിപാടിക്ക് പോകാൻ വെച്ചിരുന്നതാ. എൻ്റെ പട്ടി പോഞ്ഞു. എൻ്റെ പട്ടി അല്ലടാ, ആ പരിപാടിക്കനല്ലേ നമ്മൾ പോണേ. നമ്മളെ തന്നെ ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടാ. മയിര് പോഞ്ഞു. അതിന് മയിര് അല്ല. സോറി ഗൈസിന് തെറി പറഞ്ഞതാണ് എന്നോട് ഒന്നും തോന്നരുത്. ഇത് അങ്ങനെയാണ്. നോക്ക്, ഇവിടെ എത്ര പേര് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം ചേട്ടൻ നടന്നില്ലടാ ഹോസ്പിറ്റലിൽ പോണേ ചേട്ടൻ. അവർക്കില്ലാത്ത വിലയാണോ ഇവർക്ക്? ഇതെനിക്ക് ഇഷ്ടപ്പെടാനില്ല. നടന്നു പോകാൻ വിടാനുള്ള കേസ്. ആദ്യത്തെ വണ്ടി വന്ന് ഇപ്പം എല്ലാവരും പേടിപ്പിക്കണത്. കാറിൽ വന്നിട്ട് സ്റ്റാപ്പ് വണ്ടി കാർ മയിര് നിർത്തി തന്നെ. ഇപ്പൊ കാണിച്ചു തരാം ശരിക്കും. ഞാൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 വണ്ടി.
ഇതാണ് ഗൈസ് നമ്മുടെ സർക്കാർ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുഖിത്താ ഇനിയുണ്ടോ? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. സീമോദ്ര 21. എൻ്റെ ഭർത്താവ് ഇത് എന്തോരാണത്? 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 41, 42. ഇതവരുടെ വണ്ടി തന്നെയാണ്. അതന്നെ വണ്ടി. പിന്നെ പോക്കണോ? 33, 44, 44, 45, 46, 47, ഇതേ വരെ 48, 49, 50, 51, 52, 53. 53 കഴിഞ്ഞില്ലേ? ഇത് പാവം ഏതോ ചെക്കൻ. 53, 54. അവരവരോ അതന്നെ വണ്ടി. 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67. ഇനി ഉണ്ടാ? എന്താ സെഞ്ചുറി അടിക്കാൻ പോണോ? 67 വണ്ടി വീടാ. അവിടെ 68. ഒരു 2 വണ്ടി കൂടി വന്നായിരുന്നെങ്കിൽ 70 വണ്ടി ആക്കാറുണ്ട്. ദ ലാസ്റ്റ് വെഹിക്കിൾ. സാർ ഇനി ഈ റോഡിലേക്ക് കയറാം നമുക്ക്. എന്തല്ലേ ഓക്കെയാണ്. ഇതിനാമേൻ്റെ കഴപ്പ് കഴിഞ്ഞ്. അല്ല പിന്നെ നന്മയുള്ള പോലീസുകാരാ കേട്ടോ. ഒരു കൊച്ചിനെ ഏറ്റിക്കൊന്ന് റോഡ് കടത്തി. നല്ല കാര്യം. ഇത്രയും കുന്തളിപ്പ് കണ്ടപ്പോൾ, ഈ പോലീസുകാരെയും ഗവൺമെൻറ്റിൻ്റെ കുന്തളിപ്പ് കണ്ടപ്പോൾ ഇതെങ്കിലും കണ്ടല്ലോ, നല്ല കാര്യം. എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തിരിച്ചെടുത്തു. 20 വണ്ടി എന്നല്ല പറഞ്ഞേ, 20 അല്ല 80 വണ്ടി, 80. എണ്ണാത്ത വണ്ടികൾ ഇനി എത്ര മുമ്പിൽ പോയിട്ടുണ്ടെന്നറിയോ? എടാ ഇത്രയും വേണം ഇതൊക്കെ? എത്ര പേര് ടാക്സിക്കാരെ പിടിച്ചിട്ട് അയാളുടെ കുന്തളിപ്പ് കാണിക്കണേ? ശരി, 0 ട്രാഫിക്കൊക്കെ ശരി, ഓക്കെ, വേണം. നമ്മുടെയൊക്കെ സമയത്തിനൊരു വിലയില്ലടാ അവിടെ. നമ്മളൊക്കെ ജോലിക്ക് പോണവരും അന്നത്തെ കാര്യത്തിന് അന്നന്ന് ഓടിപ്പോണ്ട ആൾക്കാരൊക്കെ നമ്മൾ സാധാരണക്കാരാ. നമ്മളൊക്കെ പിടിച്ചു പറ്റി നമ്മൾ ഓട്ടിട്ടുണ്ടല്ലോ ഇവരൊക്കെ ജയിച്ചത്. സഹിക്കാൻ പറ്റില്ല, അതന്നെയാണ് ഓപ്പ്. ഇതെന്ത് പിടിപ്പിക്കടപ്പം ഇത്? അങ്ങനെയാണ് ഒരു പണി. എന്നെ മുഖ്യമന്ത്രിയുടെ മറ്റേ ഇതിലേക്ക് എടുത്തോ. ഇങ്ങനെ 0 ട്രാഫിക്കിൽ ഞാനും പോവാലോ. എന്നെ മറ്റേ സെക്യൂരിറ്റി ഗാർഡിലോ SPGയിലോ അല്ലെങ്കിൽ മറ്റേ വേറെ എന്താ മറ്റേ ID കാർഡൊക്കെ തൂക്കിയിട്ടിട്ട് കുറേ സാധനങ്ങൾ പോയി. ആ ഐറ്റങ്ങളിൽ ആരെങ്കിലും ഒരാളോ ID കാർഡ് എനിക്ക് തന്നിട്ട് ഇപ്പോൾ തന്നോ, ഞാൻ ആ വണ്ടി പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോളാം. ഇതേ പോണോ അടുത്ത വണ്ടി? എന്നാടാ ഇത് വിലയായിട്ടിരിക്കടാ കോപ്പ്. ഒരു 10-15 മിനിറ്റ് അവിടെ പിടിച്ചിട്ടില്ല നമ്മള്. പിന്നെ എന്നാലും സുഖം കിട്ടാ. എന്നെ പവറായിരിക്കില്ല അവർക്കൊക്കെ. ഈ എടാ എവിടെ പോയി കഴിഞ്ഞാൽ ഒന്ന് മുഖ്യമന്ത്രി ആവാൻ പറ്റും നമുക്ക്? എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് മുഖ്യമന്ത്രി ആവാം? മുക്കിനും പോലീസാണോ? നോക്കടാ, മുക്കിനും പോലീസ്. ഇവിടെയൊക്കെ സാധാരണ വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നറിയോ? കോപ്പ് ഒരുമാതിരി തൊട്ടിത്തരത്തിൻ്റെ അങ്ങേറ്റാണ്. അല്ല ഞാൻ ചോദിക്കണേ, ഇവരെന്തിനാ നമ്മളെത്ര പേടിക്കണേടാ? നമ്മളെന്തിനാ ഇവരെത്ര പേടിക്കണേ? എടാ
എടാ നമ്മളല്ലേ വോട്ട് ചെയ്യിപ്പിച്ച് ഇവരൊക്കെ ജയിപ്പിച്ചു വിട്ടത്. പിന്നെ എന്തിനാ ഇവര് നമ്മളെത്രയും പേടിക്കണേ, എത്രയും പ്രൊട്ടക്ഷനൊക്കെ. എടാ അതേസമയം ഇവരിപ്പോ ഈ സ്ഥാനങ്ങളൊക്കെ പോയി, CM അല്ല, ഇതേ റൂട്ടില് കുഴപ്പേ അത് വിട്. ഈ CM-ന്റെ പോസ്റ്റൊക്കെ പോയി, പുള്ളി ഇവിടേക്ക് വന്നു, ഇതേ സെക്യൂരിറ്റി അപ്പൊ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ എന്താ അയാൾക്ക് ജീവനിൽ പേടിയില്ലേ? ഇതൊക്കെ ഓരോ ഷോസ് കാണിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. പെട്രോൾ പമ്പിൽ വരെ പോലീസുകാര്. ഞാൻ പണ്ടതാ ഇതാ നമ്മുടെ ഇന്ത്യയുടെ ബലംപിടുത്തം. ഇതൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞ കേസ്. ഇതിന് ഉപയോഗിക്കണ കാശേ 10 പാവപ്പെട്ടങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാലേ അത്രയും പുണ്യം കിട്ടും. എന്തുട്ട് 80-100 വണ്ടികൾ ക്യാൻവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാണോ? എന്തുട്ട് തേങ്ങയെങ്കിലും ചെയ്യട്ടാ, നാട്ടുകാരുടെ കാശല്ലേ തോന്നും. അങ്ങനെയൊക്കെ വിളയാടാൻ നമുക്കെന്തായാലും നമ്മുടെ പണി എടുക്കാം. നമുക്കെന്താ പോയി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ കഴിയും. അല്ലോ സോറി വീണ്ടും തെറ്റിച്ചു. ഐ എം സോറി കളിയാ. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ല, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, സ്ട്രേഞ്ചേഴ്സ് ഫോട്ടോഗ്രാഫി, സ്ട്രേഞ്ചേഴ്സ് പോർട്രേറ്റ്സ് നാക്ക് ഉളുക്കിയ കേസ്. അങ്ങനെ ഫൈനലി നമ്മളെ ലക്ഷ്യസ്ഥാനമായ അമ്മായിയുടെ വീടിൻ്റെ അവിടേക്ക് എത്തിയേക്കാണ്. ഇവിടെ വന്ന് കുറച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമല്ല. ചേച്ചിയുണ്ട് ഇവിടെ, ചേച്ചിയും കുഞ്ഞുമുണ്ട്. കുഞ്ഞ് പിന്നെ ഒരു 5-6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ചേച്ചിക്ക് കോഴി തിന്നണമെന്ന് ഭയങ്കര ആശ. നാടൻ കോഴി, അവൾ നാടൻ കോഴി പ്രിയത്തിയാണ്. ആ സോപ്പ് അവളങ്ങനെ ചോദിച്ചപ്പോൾ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പരിപാടിക്ക് പോകാൻ. കാലത്ത് 9 മണിക്ക് പോകേണ്ടിയായിരുന്നു. ഇതാ സിദ്ധരാമയ്യൻ്റെ കുന്തളിപ്പും കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ എത്ര മണിയുടെ 1 മണി 2 മണി അങ്ങോട്ടായി. അപ്പോൾ ഇതാണ് വീട്. നമുക്കകത്തേക്ക് പോവാം. ഇതാ അവിടെ നിർത്തണ്ടടാ, ഗ്യാപ്പില്ല പോവാൻ. എന്നടാ എനിക്ക് കിട്ടിയ சொல்றியா? ഇത് പിന്നെ ഇങ്ങനെ പൊക്കി വെക്കാലോ. ഞാൻ പൊക്കി വെച്ചിരിച്ചു. ശരിയായില്ലേ? മതി. എങ്ക വേണ്ട ജിങ്കിര ജന വീടിൻ്റെ അകത്തേക്ക് കയറാം. യാരെടുക്കാമല്ലോ സിംഗരജന സിംഗരജന ജിങ്കരജന ജിങ്കരജന. ശർമ്മ തൊട്ടില് ഹലോ ഹലോ പാറ്. ഇതൊന്ന് റെക്കോർഡിങ് ഇറക്ക്. എന്റെ പൊന്നമ്മ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് ലോക്ക് ആക്കോ? ഞാൻ പോവില്ല. എന്ത് പരിപാടിയാ? മകു അല്ല, ഞാൻ മര്യാദയ്ക്ക് ആ പരിപാടിക്ക് പോകാൻ വന്നതാ. നമ്മള് ആ പരിപാടിക്ക് പോകുമ്പോ നമ്മളെന്നെ പിടിച്ച സൈഡിൽ എടുക്കുന്നത് അതെന്ത് പരിപാടിയാ? അത് പിന്നെ അവന്റെ കൈയിട്ട നിന്റെ മുന്നിൽ വെക്കാൻ പറ്റുമോ? ನಾನು ಎಷ್ಟು ಕಷ್ಟಪಟ್ಟು ಓಟ್ ಹಾಕಿದ್ದೀನಿ ಗೊತ್ತಾ? ಎಲ್ಲರೂ ಓಟ್ ಹಾಕಿದ್ದಾರೆ. ಈಗ ನಾನು ಸುಮ್ಮನೆ ಓಟ್ ಹಾಕಿಲ್ಲ, ದುಡ್ಡು ಇಸ್ಕೊಂಡು ಓಟ್ ಹಾಕಿರೋದು. ಈಗ ಊಟಗಳಿಂದ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಐತಲ್ಲಿ, 9 ಕಾರ್ಯಕ್ರಮ ಐತೆ. ನೋಡ್ದೆ ನಾನು, ತುಂಬಾ ದುಡ್ಡು ಇದೆಲ್ಲ ಹಾಕಿದ್ರು. 300 ಇದಿದೆ ಎಂತ ಊಟದ್ದು, ಇದು ವೆರೈಟಿಗಳು. 100 ಗಾಡಿ ಅಕ್ಕ, 100 ವೆಹಿಕಲ್ಸ್. ಅಲ್ಲ ಕಣ, 15 ಮಿನಿಸ್ಟ್ರುಗಳು ಎಲ್ಲ ಬರ್ತಿದಾರ. ಅಲ್ಲ, ಅದರಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಅಲ್ಲಿ ಮಾತ್ರ ಬರಲ್ಲ. ಮಿನಿಸ್ಟ್ರು, ಒಂದು CM, DCM. ಇದೆಲ್ಲ ತಂದಿದ್ದೆ. ಇದು ಚೆನ್ನಾಗಿಲ್ಲ ಕಣ. ಇದು ನೋಡಿದೆ, ಇದಿದೆಯಲ್ಲ, ಇದು ಬೇಯಿಸಿದ ತಕ್ಷಣ ಇದೊಂಥರ ಕಲ್ತಾಗ ನೋಡ್ಕೊಂಡು ತಗೋಬೇಕಾನೆ. ಮಗು ಒಳ್ಳೆಯದು ಅಂತ ಅನ್ಕೊಡಿ, ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಹೇಳಿದ್ದ ಮತ್ತೆ ಅಕ್ಕ, ದಿಸ್ ಇಸ್ ಡೈಲಿ ಲೈಫ್. ಡೈಲಿ ಲೈಫ್ ಅಂದ್ರೆ ಹಿಂಗೆ. ನೋ ಡೈಲಿ ಲೈಫ್ ಅಂದ್ರೆ ಇದೆ. ನಾವು ದಿನ ಹೆಂಗಿರ್ತೀರೋ ಹಂಗೆ. ಸೆಲ್ಫ್ ಡಿಕ್ಲರೇಷನ್ ಕನ್ಫರ್ಮಿಂಗ್ ಟು IS 3-2 ನೋಟ್. ಇದೆಲ್ಲ ಎಂತ ಇರೋ ವಿಷಯ, ಎಲ್ಲರೂ ಇದನ್ನ ಮಾಡೋದು.
ಲೈವ್ ಆಗಿ ಅಂತಾರ ಇದು ತಿಂಡಿ ಇನ್ನು ಅವ್ನು ಬರ್ತೀನಿ ಖಾಲಿ ಮಾಡ್ತಾನೆ ಮುರ್ದಾಕ್ಬೇಡ. ಇಲ್ಲ ಮುರಿದಾಕಲ್ಲ. ಇದೇನು ಇಲ್ಲಿ ತಂದಿಟ್ಟಿರಿ? ಅಮ್ಮ ಸಾರಿ ಅಮ್ಮ, ನನಗೆ ಇದೆಲ್ಲ ಗೊತ್ತಿಲ್ಲಮ್ಮ. ಈಗ ತಿಳ್ಕ ಅವ್ನಂತೆ ಇನ್ನೇ ಸ್ವಲ್ಪ ಅಷ್ಟೇ ಮದುವೆ ಮಾಡಕ್ಕೆ ನಿನಗೆ. എനിക്ക് നാണം വരുന്നു. ಊಟಗಳ ಮೇಲೆ ಊಟಗಳು ನನಗೆ ಯಾರು ಹುಡುಗಿ ಕೊಡ್ತಾರೋ? ഇതെന്താ പേര്? ഫെസ്റ്റിവൽ എന്താണോ? സംക്രാന്തിയാ എന്ന്? അല്ല എനിക്കറിഞ്ഞില്ല. ಇವತ್ತು ನಾಳೆ ಸೋಮವಾರ ಸಂಕ್ರಾಂತಿ. ಹೌದಾ? ഇതെന്താ ಕ್ಯಾಲೆಂಡರಲ್ಲಿ 2, 3, 4 ഇതെന്താ മാർക്ക് ചെയ്ത് കളഞ്ഞേക്കണേ? ഈ ദിവസം ഇല്ലേ? അത് ജോലിക്കാരി ആബ്സെന്റ് ആവുന്ന ദിവസങ്ങൾ, പ്രസന്റ് ആവുന്ന ദിവസങ്ങൾ. இது வந்து ஆஜர் புக்கு. அப்போ இது குறை டீட்டெயில்ஸ் வச்சுருந்தோம். இங்கே பாரா எவ்வளோ நம்பர் இருக்கு. KA 18612. എന്താ വണ്ടിയുടെ നമ്പറൊക്കെ കുറച്ച് വെച്ചേക്കണേ? എന്തൊക്കെ ഇതാ ഗാഡി നമ്പറല്ല. ചായ കുടിക്കിടാം. പല്ലുവേന കുറവാണെങ്കിൽ ഊപ്പ് വയസ്സായി. അത് നിനക്ക് പല്ലുവേദനയാ? മിനിയാന്ന് ടാബ്ലറ്റ് തവണ അല്ല, മിനിയാന്ന് ഇറച്ചി നിന്നപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഫ്രഷ് കോമഡി ഈ വർഷത്തെ നിന്റെ കോട്ട കഴിഞ്ഞ് ഇനി വേണ്ട. വീട്ടിയോ? വീടി നീ വായ കഴിയില്ലടാ. അടുത്ത മാസം എന്താ ഇനി ഒരാൾ പുതിയതായിട്ട് ആഗമനം. അത് 16-ന് 19. ಅಯ್ಯೋ 7 ತಿಂಗಳು ಅಂತಾನೆ ಅಷ್ಟೊತ್ತಿದ್ದೆ ನಾನು. 9ನೇ ಇವತ್ತು. ഓ യു ഗോയിങ് ടു ബിക്കം ഫാദർ. കൺഗ്രാചുലേഷൻസ്. എടാ ഒരു കൺഗ്രാചുലേഷൻസ് ഡാ. നിന്റെ ഹാർഡ് വർക്ക് അല്ലടാ ഇവിടെ. വേണ്ടെങ്കിൽ വേണ്ട. ആ പല്ലനും ಹಾಕೊಡ್ರಿ ಈ ಪಲ್ಲೆನೂ ഇവിടെ തൊടാൻ പറ്റില്ല. അല്ല കറണ്ട് അടിക്കണമെന്ന് ചോദിച്ചതോ? കറണ്ട് അടിക്കുന്ന അല്ല തൊടാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? പിക്കിൾ അതല്ല, മാങ്കോ. സാമ്പാർ, ഇത് ക്യാരറ്റ്, മറ്റേ തോരൻ, ഇതൊരുമാതിരി വലിയ പയറിൻ്റെ തോരൻ, അച്ചാർ, സാമ്പാർ, ചോറ്. മതി, അടിപൊളി. ശരിക്കും ഇവൻ്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അത് അപ്പാരം തന്നെയാണ്. റോട്ടാണ് സാധനം. പക്ഷേ ഇവനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. ഇവനെ ഇവിടെ മേടിച്ചു വന്നപ്പോൾ ചെറുപ്പത്തിൽ കണ്ടതാണ്. പക്ഷേ ഇന്നേ വരയ്ക്ക് ഇത് കണ്ട് എനിക്ക് തോന്നുന്നു 2-3 കൊല്ലമായി ഇവൻ ഇവിടെ വന്നിട്ട്. ഒരു കുര പോലെ എന്നെ കടിച്ചിട്ടില്ല. പക്ഷേ വേറൊരാളാണ് ഇവിടെ വന്നെങ്കിൽ ഉണ്ടല്ലോ ഇവൻ കടിച്ചു കുടിക്കും മാതിരി സാധനം. പക്ഷേ ഓർമ്മശക്തിയാണ് കേസ്. പട്ടികളുടെ വെക്കണം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പട്ടികളുടെ. വല്ലപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. 2-3 മാസം കൂടുമ്പോഴേക്കും ഇങ്ങോട്ട് വരുള്ളൂ. പക്ഷെ എന്നാലും സല്യൂട്ടിടാ എനിക്കടാ. ഞാനേ നിനക്ക് നിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അതിന് ചിന്തയുണ്ടോ നിനക്ക്? നിനക്കേ ഇങ്ങനെ ചോദിക്കട്ടെ, യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ ഫ്യൂച്ചർ? നിൻ്റെ ഫ്യൂച്ചർ എന്താ? എടാ നമ്മളെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് വയസ്സാവും. അപ്പം നമ്മളാരും നോക്കണ്ടേ? ഇങ്ങനെ വായം പൊളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പഠിക്കണം. എടാ പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണോടാ. തരം മുട്ടുമ്പോൾ കൊഞ്ചാനം കുത്തുന്ന സ്വഭാവം അതൊന്നും ശരിയല്ല. നീ ഇരിഞ്ഞിങ്ങനെ ഈ കുണ്ടി അങ്ങോട്ട് ഇടൂ. നിന്നറാ ഏയ് പടങ്ങല്ലേ ബാ. അഞ്ഞ് ഉപദേശിക്കില്ല ബാ. പടങ്ങില്ല ബാ. അല്ല ഉപദേശിക്കില്ല ബാ. പടങ്ങല്ലേ. ഏയ് മോണ്ടി ഡാ മോണ്ടിടാ ഡാ. പിണങ്ങി പോയിടിച്ച ചക്കൻ പിണങ്ങി കിടന്നത് ഇടാ. പടങ്ങല്ലേ ബാ. പടങ്ങല്ലേ. അപ്പോൾ എന്താ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇന്ദ്രജ്യോതിൻ്റെ പ്ലാൻസ് എന്തായിരുന്നു? ഇന്ന് കയറി നോക്കട്ടെ. ചെയ്തോ? കയറ്. ഇങ്ങനെ നോക്കല്ലേ. പോയി കിടക്കടെ. ഏയ് ഇപ്പോഴേ തിരിഞ്ഞ് എന്ത് ഡാ മോണ്ടി സിറ്റ്. അങ്ങനെ ഷിറ്റല്ല സിറ്റ്. അറിയാം എന്താണെന്നറിയോ? ഇതെന്തെന്ന് പറഞ്ഞിട്ടോ? എടാ നിൻ്റെ പ്രോഗ്രാമിങ് എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുമോ?
ദൈവമേ പിടിച്ച് കടിക്കാണ്ടിരുന്ന മതിയായിരുന്നു ചെക്ക്. ഇവരുടെ പേരാണ് മോണ്ടി. സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ CM ഇങ്ങോട്ട് വരാമോ? നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതേ തിരിച്ചു പോകണോ? എന്നടാ CM ആ ബൈക്കടാ, എനിക്കതാ ഇഷ്ടം. R15 യമഹയുടെ പോലീസ് വണ്ടി പോയല്ലേ എന്നെ പോക്കൂന്ന് പറയും. മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടാവും. സീറോ ട്രാഫിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കാണുന്നതാണ് സീറോ ട്രാഫിക്. അപ്പുറത്തെ വഴിയിൽ ഏതെങ്കിലും ഒരു പട്ടിക്കുഞ്ഞുണ്ടെന്ന് നോക്കുക നിങ്ങൾ. ഇല്ല, അതാ അവിടെ നമ്മളെ പിടിച്ചിട്ടു. എടാ നമ്മൾ എവിടെ ചെന്നാലും ഇതന്നെ ഗതി, നമ്മളെ പിടിച്ചിട്ടുണ്ട പണി. എടാ പോലീസുകാർ നിങ്ങൾ കണ്ടോടാ, ഒരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ സീറോ ട്രാഫിക് ഇടേണ്ടി വരും. സിഗ്നൽ ഇവിടെ സിഗ്നലൊന്നുമില്ല. അമ്മ ഇതുവഴിയായിരിക്കും പോണേ. ആ അതെ, എത്തി. ഞാൻ എണ്ണൊന്നുമില്ല. ഇത് കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്, അല്ല ചുമന്ന കൊടി കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ പിന്നാലത്തെ വണ്ടി, ഈ വണ്ടിയുടെ എവിടെ കൈ കാണിച്ചോണ്ടോ? ആ ഞാൻ കണ്ടതാ. ഞാനിതിനെ കൈ കാണിച്ചേ. അതെ, CM നമ്മൾ ടാറ്റ കാണിച്ചു, നമ്മളിപ്പോ ടാറ്റ കാണിച്ചു. എടാ நாங்க வந்து சித்தராமையனை பார்த்தாச்சுடா. நம்ம வந்து பெரிய ஆள்டா. பாத்தியா என்ன டைமிங் பாத்தியா? നമ്മൾ വന്നപ്പോ പുള്ളി വന്നു. എടാ ഇത് എന്തോന്നറ ബാംഗ്ലൂർ ഈ മാതിരി വണ്ടി പോയേ. GPS അല്ല ആദ്യം പോയേ. എൻസന DKC മറ്റേ പറകസ് വണ്ടി ഉണ്ടാവില്ല. എടാ DKCയുടെ വണ്ടിയാണ് മറ്റേ റേഞ്ച് റോവർ. ആ വണ്ടി പോയിട്ടില്ല. ഇഞ്ഞു പോയാ? റേഞ്ച് റോവർ പോയിട്ടില്ല. അതിലെ പുള്ളി വന്നേ. ആ എൻ്റെ അമ്മോ. എടാ ക്ലച്ചിന്റെ ചേട്ടാവില്ല. അതെന്താ അങ്ങനെ? എൻ്റെ അമ്മോ, CMന്റെ പരാക്രമം കഴിഞ്ഞു അങ്ങനെ. പുള്ളി സന്തോഷമായിട്ട് ടാറ്റ പറയുന്നു. ആ പുള്ളി കൈ നമ്മളെ കണ്ടിട്ട് ടാറ്റ പറഞ്ഞിട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു. ഈ ടാറ്റ കാണിച്ചപ്പോൾ എൻ്റെ ദേഷ്യമൊക്കെ പോയി. എന്തിനെന്നറിയില്ല, എന്നെ കണ്ടിട്ട് ടാറ്റ ചെയ്ത് ഗൈസ്. ഓ ഞാൻ ഭയങ്കര ഫേമസ് അല്ലേ ഗൈസ്. കോപ്പാട്. ആമാ പുള്ളി എൻ്റെ ഫോളോവറാണ് കേട്ടോ. തള്ളാൻ എന്ത് സുഖമല്ലേ ഗൈസ്. അയ്യോ വേണ്ട, ഒരു CM പോയ എൻ്റെ സുഖ. എൻ്റെ പുള്ളി ടാറ്റയും കാണിച്ചിട്ട് പോവാ. എന്തെങ്കിലാട്ടെ എനിക്ക് ഇവിടെ കുറച്ച് പോയിട്ട് പണിയുണ്ട് കേട്ടോ. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ഗോഡൗൺ ഞാൻ ഒഴിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ഗോഡൗണിൻ്റെ ഡെപ്പോസിറ്റ് എമൗണ്ട് 1 ലക്ഷം രൂപ തരാണ്ട് 1 വർഷമായിട്ട് അതിൻ്റെ മുതലാളി എന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ വരുള്ളൂ. കഴിച്ചിട്ട് ശിവമോഗത്തെ ആദ്യത്തെ പാലമാണ് കഴിച്ച്. ഈ ആദ്യത്തെ പാലല്ല, പുതിയ പാലം പണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുമേ കയറുന്നത് ഞാൻ പറയാൻ വന്നത്, പക്ഷേ അത് മാറിപ്പോയി. അപ്പോൾ ഇത്രയും വർഷം അപ്പുറത്തൊരു പാലം ഉണ്ടായിരുന്നു. ആ ഒരു പാലത്തിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയിട്ടിരുന്നത്. ഇപ്പോൾ ഇത് പുതിയതായിട്ടൊരു 2-3 കൊല്ലം കൊണ്ട് പണി തീർത്തത്. നല്ല പാലല്ലേ, നല്ല വീതിയുള്ള പാലം. നമ്മുടെ ശിവമോഗത്തിൻ്റെ ആ ഒരു ഫേസ് മാറിപ്പോയി കേസ്. നമുക്ക് ആദ്യം ഇവിടെ എന്ത് പാടാറെന്നറിയോ? അപ്പുറത്ത് ഇപ്പുറത്ത് വണ്ടിയൊക്കെ നിർത്തി അതിൽ തന്നെ പോണേ. ബസ് സ്റ്റാൻഡിൽ ബാക്കിൽ നിന്ന് തൊട്ട് ബാക്കല്ല, ഇതിങ്ങനെ ഔട്ട്സ്കേർട്സ് ശിവമോഗയുടെ. അമ്മേ എടാ നീ ഇതെങ്ങനെയാണ് ഓടിക്കുന്നത്? സത്യം പറയാം, എനിക്ക് കുറച്ച് ബ്രേക്ക് കുറയാലും എൻ്റെ മറ്റേ വണ്ടിയിൽ പോവാൻ ഭയങ്കര പാടാടാ. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ബ്രേക്കും ഗിയറൊക്കെ മറന്നുപോയി എങ്ങനെയാന്നുള്ളത്. ഇത് ശിവമോഗയിലെ സർക്കിൾ, ബൈപ്പാസ് ഒന്ന് കയറുന്ന സർക്കിൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. അയ്യോ, ഇതൊന്ന് നമുക്ക് വേണമെങ്കിൽ കൊപ്പ, തീർത്ഥള്ളി, ബാളനൂർ, അകുമ്പെ, മാംഗ്ലൂർ, ഉടുപ്പി തുടങ്ങി ഇപ്പുറത്തെ നോർത്തിലേക്ക് എല്ലാ സൈഡിലേക്ക് നോർത്തിലേക്ക് ഈ വഴിയും പോവാം. പിന്നെ പിടിച്ചിട്ട കാര്യക്കതാ ആർക്കറിയാം. എടാ ഇത് ഡിപ്പോന്ന് വന്നേക്കണേടാ, ഇത് ഡിപ്പോന്ന് വന്ന വണ്ടികളാ. ആ അയ്യോ, ഇതിപ്പോൾ ശിവമോഗ ഔട്ട്സ്കേർട്സിൽ കൂടെ ഉള്ള മറ്റേ ഗൈസ് ഈ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ തീർത്ഥള്ളി, കൊപ്പ, അകുമ്പെ, മാംഗ്ലൂർ പോണത് ഈ വഴി. അപ്പം നമ്മൾ പോണ വഴി ശിവമോഗ ഔട്ട്സ്കേർട്സ് ആണ് ഗൈസ്. ഇത് ആൽക്കൊള അവിടെ സർക്കിളിൻ്റെ അവിടെ ചെന്ന് കയറും. അവിടുന്ന് സാഗര, അകുമ്പെ, ജോഗ് ഫാൾസ് എല്ലാവരും കേട്ട് വേണം. ജോഗ് ഫാൾസിൻ്റെ അവിടെയാണ് ഈ വഴി ചെന്ന് കയറുന്നത്. ജോഗ് ഫാൾസിൻ്റെ അവിടെ അല്ല, ജോഗ് ഫാൾസ് പോണ വഴിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തോരം KSRTC വന്നേക്കണം നോക്കി. വേറെ പരിപാടിയൊന്നുമില്ല. ശിവമോഗ മറ്റേ മുഖ്യമന്ത്രിയുടെ വരവിന് വേണ്ടിയിട്ട്
ആൾക്കാരെ വിളിച്ച് കയറ്റി ആൾക്കാരെ ഗവൺമെൻറ് ബസ്സിൽ ചുമയിട്ട് കുത്തി നിറച്ച് കൊണ്ടുവന്ന ബസ്സുകളാണ്. എന്തോരാന്ന് നോക്കിയേ, കണക്കില്ല ഇതൊക്കെ. മറ്റേ ഈ ചെറുക്കൻ ചതിക്കില്ലോ ബോസ് ആമ്മണ്ട ഞാൻ ബോസ്ഡാ എതുക്കടാ എന്തൊരു ബസ്സാ. എല്ലാ ബസ്സിൻ്റെ മുകളിൽ കണ്ടോ യുവനിധി TPT എന്തോ പറഞ്ഞത്, എന്തോ ഫംഗ്ഷൻ്റെ പേരിൻ്റെ മറ്റേ ഇതിട്ടേക്കാണ് കേട്ടോ, നെയിം ബോർഡ് ഇട്ടേക്കണയാണ്. അയ്യോ സ്കൂൾ വിട്ടോണം, എന്തോരം ബസ്സാ. ഞാൻ പോണതേ 30 മേടാ. എൻ്റെ സ്വഭാവം വെച്ചാൽ ഞാൻ ഇത്ര സ്പീഡിൽ പോകണമെന്ന് വലിയ കാര്യമാണ്. എൻ്റെ കോളേജ് ബസ് PES പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ആയിട്ട് IT ആണ് ഞാൻ പഠിച്ച കോളേജ്. അയ്യോ പഠിച്ചിറങ്ങിയ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. എന്തല്ലേ നമുക്കവിടെ പിരിക്കാം അല്ലേ. ഞാൻ മാരുതി സുസുക്കിയുടെ ഷോറൂമിലേക്ക് വന്നാണ് നെക്സാഷുമൊക്കെ. ഇവിടെ വന്നിട്ട് എനിക്ക് കൂട്ടുകാരനുണ്ട് മധു ബ്രോ കേട്ടോ. പുള്ളി എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അവൻ പുള്ളീനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി വന്നത്. അയ്യോ ഹായ് ആരാമാ ಮತ್ತೆ ಮಧು ಬ್ರೋ ನೋಡ್ಕೊಳೋಣ ಅಂತಂದೆ. ಮತ್ತೆ ಹೆಂಗಿದ್ದೀರಾ? ಹೌದಾ ಏನಿಲ್ಲ ಬ್ರೋ ಬಂದೆ ನೋಡ್ಕೊಳೋಣ ಅಂತಂದು. ಇಲ್ಲ ಬ್ರೋ ಮತ್ತೆ ಹೇಳ್ಬೇಕಿಲ್ಲ. ಇಲ್ಲಿ ಯಾವಾಗ ಬಂದ್ರಿ? ನಾನು ಇನ್ನೇ ನೋಡಿದೆ ನಿಮ್ಮನ್ನು ರೈಲ್ವೆ ಸ್ಟೇಷನ್ ಕ್ರಾಸ್ ಅಂತ ಕರೆದೆ, ಹಂಗೆ ಹೋಗ್ಬಿಟ್ರಿ. ರೈಲ್ವೆ ಕ್ರಾಸಲ್ಲಿ ಇಲ್ಲಿ ನಮ್ಮ ಇಲ್ಲೆಲ್ಲ ಯಾವ ಕಾರಲ್ಲಿ ಹೋಗ್ತಿದ್ರಿ? ಇದೆಲ್ಲ ಅದರಲ್ಲಿ ಆ ಕಾರಲ್ಲಿ ಹೋಗ್ತಿದ್ರಿ. XL6 ಆ ಗ್ಲಾಸ್ ಕ್ಲೋಸ್ ಆಗಿರುತ್ತೆ, ಹೆಂಗೆ ಗೊತ್ತಾಗುತ್ತೆ? ಫೋನ್ ಮಾಡಿದ್ರೆ ಅಷ್ಟೇ ಗೊತ್ತಾಗೋದು. ಮತ್ತೆ ಅಲ್ಲಿ ತುಂಬ ಟ್ರಾಫಿಕ್ ಇತ್ತಾ, ಅದಕ್ಕೆ ನಾನು ಕಾಲ್ ಮಾಡೋಕ್ಕೋಗಿಲ್ಲ. ಮತ್ತೇನು ಸಮಾಚಾರ? ಎಲ್ಲ ಹೇಳ್ಬೇಕು, ಹೆಂಗಿತ್ತು ಕೇರಳ ಟ್ರಿಪ್ಪು? ಚೆನ್ನಾಗಿತ್ತು. ಒಂದು ವಾರ ಅಂದು 3-4 ದಿನಕ್ಕೆ ವಾಪಸ್ ಬಂದರೆ ಇನ್ನೊಂದೇ ಇರಬೇಕಂತ ಪ್ಲಾನ್ ಮಾಡಿದ್ದೆ. ನನ್ನ ಫ್ರೆಂಡ್ ಅವ್ರ ಕೆಲಸ ಇದೆ ಅಂತೇಳಿ. ಓಕೆ ಬ್ರೋ, ಅಂದ್ರೆ ಸಿಗೋಣ. ಇನ್ನು ಬರ್ತಿರ್ತೀನಿ, ಅವಾಗೆಲ್ಲ ಬರ್ತೀನಿ. ಬಾ, ಟೇಕ್ ಕೇರ್. ಥ್ಯಾಂಕ್ ಯು. ಬೈ. ಬರಲಾ? ಟಾಟಾ. ಓಕೆ. ಥ್ಯಾಂಕ್ ಯು. ಹಿಂಗೆ ಟ್ಯಾಗ್ ಮಾಡಿಬಿಡಿ ಅಂತ. CID ಮೂಸ ಫೋಟೋಗ್ರಫಿ, ಸ್ಟ್ರೀಟ್ ಫೋಟೋಗ್ರಫಿ. ಥ್ಯಾಂಕ್ ಯು. ಚೆನ್ನಾಗಿ ರೆಸ್ಪಾನ್ಸ್ ಮಾಡ್ತಾರೆ. 55,000 ಆಗಿದ್ದಾರೆ ಈಗ. ಒಟ್ಟು ಚೆನ್ನಾಗಿ ರೆಸ್ಪಾನ್ಸ್ ಮಾಡ್ತಾರೆ. ಹೌದು ನಿಜಕ್ಕೂ. ಥ್ಯಾಂಕ್ ಯು ಬ್ರೋ, ಬರಲಾ? ಬಾಯ್. മനയിലെല്ലാം ആറാം ഫ്രോൺസ്. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടോ. ഇത് വന്ന് ബലെനോ, അത് വന്ന് ബലെനോ, പിന്നെ ഫ്രോൺസാണ് കൂടുതൽ. വിറ്റാരപ്രസ് ഉണ്ട്, XL5 ഉണ്ട്. എടാ വെല്ലട്ടിരിക്കുക പോടാ. എന്നടാ ഞാനേ ഓട്ടുമാ, ഫൈൻ കിടക്കും. സീറ്റ് മുഖം നീയേ ഓട്ടെ. നല്ല തെറി. ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് കാശ് തരാനുണ്ടെന്നോ, അയാൾ കൊണോണ പറഞ്ഞു, ഞാനും തെറി പറഞ്ഞു. മുട്ട വഴക്കായി. പിന്നെ എൻ്റെ മൂടാകെ പണ്ടാറിറങ്ങിയ ഫുൾ പ്രശ്നമായി. പിന്നെ എനിക്ക് ഒന്നിനൊരു മനസ്സൊന്നുമില്ല. പിന്നെ ഞാനത് വിട്ടു, വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. പിന്നെ അവൻ പിന്നെ വേറെ എവിടെയും പോയില്ല കേട്ടോ. ഈവൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് പോലും ഞാൻ പോയില്ല. സോ ഞാൻ എന്നാർപ്പുറത്തെത്തി, വീട്ടിലെത്തി. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചത് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെയൊക്കെ വെച്ച് അവസാനിപ്പിക്കാം. കാരണം ലൈറ്റൊക്കെ പോയി. പിന്നെ ഒരു 6:30-7 മണി, അല്ലല്ല 5:45, 6:30. സോ നമ്മളിവിടേക്ക് വെച്ച് ഞാൻ കത്ത് പോകൂടപ്പം. സോ നമ്മൾ ഇവിടേക്ക് വെച്ച് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കാൻ വന്നു. See you on the next vlog guys. Bye bye.